ഈ ഒരു ചൂട് സമയത്ത് ഒരു ഐസിൻ്റെ റെസിപ്പി കണ്ടാലോ? ഈ ഒരു ഐസ് പച്ചമാങ്ങ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. മാങ്ങയുടെ സീസൺ ആയതിനാൽ നമുക്ക് പച്ചമാങ്ങയൊക്കെ വീടുകളിലൊക്കെ ഉണ്ടാവും. അതുപോലെ തന്നെ കടകളിലും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് എന്താ പറയുക, ഇഷ്ടം പോലെ കിട്ടാനുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഐസ് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കിയാലോ? അതിന് മുമ്പ് വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യണേ. അപ്പോൾ ഞാനിവിടെ 2 മാങ്ങ എടുത്തിട്ടുണ്ട്. ഈ ഒരു മാങ്ങ അധികം പുളിപ്പില്ലാത്ത മാങ്ങയാണ്. തീരെ പുളിയില്ലാത്തതല്ല, ഒരു മീഡിയം പുളിപ്പുള്ള മാങ്ങ. കൂടുതൽ പുളിപ്പുള്ളതും എടുക്കരുത്, തീരെ പുളിപ്പില്ലാത്ത മാങ്ങ എടുക്കരുത്. ഒരു മീഡിയം പുളിപ്പുള്ള മാങ്ങയായിരിക്കണം ഈ ഐസ് ഉണ്ടാക്കാൻ വേണ്ടി എടുക്കേണ്ടത്. അപ്പോൾ അത് തൊലിയൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ചെറിയ പീസസായി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുക. പിന്നെ വേണ്ടത് പുതിന ഇലയാണ്. ഒരു 10 പുതിന ഇല എടുത്തിട്ടുണ്ട്, അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈ ഒരു പുതിന ഇല ചേർക്കുമ്പോൾ നല്ലൊരു മണവും അതുപോലെ തന്നെ നല്ല രുചിയുമാണ്. അപ്പോൾ പുതിന ഇല എന്തായാലും ഇട്ട് കൊടുക്കണം. ഇനി ഇതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കുക. അപ്പോൾ ഇത് നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ചെറിയ ഹോളുള്ള അരിപ്പയിലേക്ക് ഒഴിച്ചിട്ട് അരിച്ചെടുക്കണം. നമ്മൾ ചായ അരിക്കുന്ന അരിപ്പയോ അല്ലെങ്കിൽ അതിലും ചെറിയ ഹോളുള്ള അരിപ്പയൊക്കെ ഉണ്ടാവും. അങ്ങനെ ഉണ്ടെങ്കിൽ അതിൽ ഒഴിച്ചിട്ട് അരിച്ചെടുക്കുക, അല്ലെങ്കിൽ ഒരു കോട്ടൺ തുണിയിൽ ഒഴിച്ചിട്ട് അരിച്ചെടുത്താലും മതി. അപ്പോൾ ഈ ഒരു ചെറിയ ഹോളുള്ള അരിപ്പയിലൂടെ അരിച്ചെടുക്കുമ്പോൾ ഈ ഒരു പൾപ്പിൻ്റെ ചെറിയ ചെറിയ നാരുകൾ പോലത്തെയോ അങ്ങനത്തെ ഒന്നും ഇതിലേക്ക് ജ്യൂസിലേക്ക് വീഴില്ല. അതുകൊണ്ടാണ് ഈ ഒരു അരിപ്പയിൽ അരിച്ചെടുക്കാൻ പറയുന്നത്. അപ്പോൾ ഇതാ അരിച്ചെടുത്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിനായിരിക്കണം, അധികം തിക്കും ആവാൻ പാടില്ല, അതുപോലെ തന്നെ നേരിയതായിട്ടും എടുക്കരുത്. ഈ ഒരു പാകത്തിനായിരിക്കണം ജ്യൂസ് കിട്ടേണ്ടത്. അതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് തീ കത്തിച്ചിട്ട് ഇതൊന്ന് ചൂടാക്കി എടുക്കുക. അപ്പോൾ ഇതൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. ഐസ് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും മധുരം കുറച്ച് മുന്നിട്ട് നിൽക്കണം. പിന്നെ ഒരു നുള്ള് ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിന്. അപ്പോൾ എന്തായാലും നമ്മൾ 1 കപ്പ് പഞ്ചസാര തന്നെ ഇട്ട് കൊടുക്കാൻ നോക്കുക. നിങ്ങൾക്ക് അധികം മധുരം വേണ്ടെങ്കിൽ ഒരു 3/4 കപ്പൊക്കെ ഇട്ട് കൊടുത്താൽ മതി. ഈ പഞ്ചസാരയൊക്കെ ഒന്ന് അലിഞ്ഞ് വരട്ടെ, നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ പഞ്ചസാരയൊക്കെ അലിഞ്ഞ് ഇതൊന്ന് നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനൊരു യെല്ലോ ഗ്രീൻ കളറുണ്ട്. അപ്പോൾ അത് മതിയെങ്കിൽ നിങ്ങൾ കളറൊന്നും ചേർത്ത് കൊടുക്കണ്ട. ഞാനിപ്പോൾ 1 ഡ്രോപ്പ് ഗ്രീൻ ഫുഡ് കളർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നന്നായി തിളച്ച് പഞ്ചസാരയൊക്കെ അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഇങ്ങനെ ബബിൾസൊക്കെ വന്ന് അതൊക്കെ ഒന്ന് ഇതാകുമ്പോഴത്തേക്ക് വീണ്ടും അതൊക്കെ ബബിൾസൊക്കെ അങ്ങ് താണു പോവും. അപ്പോഴത്തേക്ക് നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി ഇതൊന്ന് റൂം ടെമ്പറേച്ചറിലിരുന്നിട്ട് തണിഞ്ഞ് വരണം. അപ്പോൾ ഇതൊന്ന് തണുക്കട്ടെ. ഇനി നമുക്ക് ഐസ് ഒഴിച്ച് വെക്കാൻ വേണ്ടിയിട്ട് മോൾഡ് വേണം. അപ്പം ഞാനിത് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ്. അതുപോലെ ഇതുപോലത്തെ സ്റ്റിക്കും കിട്ടും. ഇതിൻ്റെ കൂടെ തന്നെ ഇങ്ങനെ ഒരു മൂടിയും കിട്ടും. അപ്പം മൂടി കിട്ടിയാൽ അത് മതിയെങ്കിൽ അത് മതി, സ്റ്റിക്കാണെങ്കിൽ സ്റ്റിക്ക് വാങ്ങിക്കാൻ കിട്ടും. എന്നിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഞാൻ അലൂമിനിയം ഫോയിൽ എടുത്തിട്ട് ഒന്ന് ഇതിൻ്റെ മൂടി കൊടുക്കുന്നുണ്ട്. ഞാൻ ഇതിൻ്റെ കൂടെ കിട്ടുന്ന മൂടിയല്ല എടുക്കുന്നത്, സ്റ്റിക്കാണ് എടുക്കുന്നത്. അതുകൊണ്ട് ഇതുപോലെ അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് ഒന്ന് അടച്ചു കൊടുക്കുക. നല്ല ടൈറ്റായിട്ട് തന്നെ ഇതൊന്ന് മൂടിക്കൊടുക്കണം, കവർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഓരോരോ ഹോൾ ഉണ്ടാക്കി കൊടുക്കുക. നടുക്ക് കത്തിയെടുത്തിട്ട് നമുക്ക് ഈ ഒരു സ്റ്റിക്ക് ഇതിലേക്ക് ഇറക്കി വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് എല്ലാ സ്റ്റിക്കും ഇതുപോലെ ഇറക്കി വെച്ച് കൊടുക്കുക. ഇനി ഇത് ഒരു ഓവർനൈറ്റ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒന്ന് ഐസാക്കി എടുക്കുക.
അതുപോലെ നിങ്ങൾക്ക് മോൾഡ് ഇല്ലെങ്കിൽ ഇതുപോലത്തെ ഗ്ലാസ് ആയാലും മതി. ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ അലൂമിനിയം ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു സ്റ്റിക്ക് ഇതുപോലെ ഹോളാക്കിയിട്ട് കുത്തി കൊടുക്കുക. അപ്പോൾ നമ്മളെ വീട്ടിലുള്ള സ്റ്റീലിൻ്റെ ഗ്ലാസ് ആയാലും ഒക്കെ മതി ഐസ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. മോൾഡ് തന്നെ വേണമെന്നില്ല. ഇനി ഇതൊക്കെ ഒന്ന് ഓവർനൈറ്റ് വെച്ചിട്ട് ഐസാക്കി എടുക്കുക. അപ്പോൾ ഇതാ ഞാൻ പിറ്റേന്ന് രാവിലെ എടുത്തിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നല്ല ഐസായിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് എടുത്തിട്ട് മോൾഡിൽ നിന്ന് എടുത്ത് നോക്കാം. അതിന് വേണ്ടിയിട്ട് മോൾഡിൽ നിന്ന് പെട്ടെന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുറച്ച് വെള്ളം എടുത്തിട്ട് വെള്ളത്തിൽ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക. കുറച്ച് സമയം ഒന്ന് വെച്ച് കൊടുക്കുക. അപ്പോൾ ഉള്ളിൽ വെള്ളം കയറാത്ത രീതിയിൽ എല്ലാ ഭാഗത്തും വെള്ളമാവുന്ന രീതിയിൽ ഒന്ന് വെള്ളത്തിൽ ഇറക്കി വെച്ച് കൊടുക്കണം. അപ്പോൾ ഇതാ നമ്മുടെ ഐസ് നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കൊക്കെ എന്തായാലും ഈ ഒരു ഐസ് ഇഷ്ടാവും. മാങ്ങയുടെ പുളിപ്പും പിന്നെ മധുരവും അതുപോലെ തന്നെ പുതിന ഇല ഇട്ടതുകൊണ്ട് അതിൻ്റെ ഒരു മണവും രുചിയും ഒക്കെ ഉണ്ട്. നല്ല അടിപൊളി ഐസാണ്. അപ്പോൾ ഉണ്ടാക്കാനും എളുപ്പമല്ലേ. ഇത്രയല്ലേ ഉള്ളൂ. കുറച്ച് സമയം കൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല. ഇതൊന്ന് ഐസാക്കി കിട്ടേണ്ട സമയം മാത്രമേ കൂടുതലായിട്ടുള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ ഒന്ന് ഉണ്ടാക്കി കൊടുക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം അറിയിക്കുക. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ താങ്ക് യു.